ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. ചക്രപാണിയും എരിവുള്ള സ്വപ്നവും. പഴയന്നൂർ ഗ്രാമത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായിരുന്നു ചക്രപാണി. പിരഞ്ഞു നിൽക്കുന്ന കൊമ്പൻ മീശയും തലയിലൊരു വലിയ തക്കാളിപ്പഴം ഇരിക്കുന്നതുപോലെയുള്ള ചുവന്ന തലപ്പാവുമാണ് അദ്ദേഹത്തിന്റെ അടയാളം. മഞ്ഞ നിറത്തിലുള്ള പട്ടുടുത്ത് എപ്പോഴും ഒരു ചെണ്ടയും തൂക്കി നടക്കുന്ന ചക്രപാണിക്ക് ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. അദ്ദേഹം വെള്ളം കുടിക്കാൻ പാടെ മറന്നുപോകും. ഒരു ദിവസം ഗ്രാമത്തിൽ എരിവുള്ള മുളകുബജി മത്സരം നടക്കുകയായിരുന്നു. നമ്മുടെ ചക്രപാണിയാണ് അവിടുത്തെ പ്രധാന വിധികർത്താവ്. കഠിനമായ ചൂടുള്ള ദിവസമായിരുന്നു അത്. സൂര്യൻ ആകാശത്തിരുന്ന ഗ്രാമവാസികളെ വറുത്തെടുക്കുകയായിരുന്നു. പക്ഷേ ചക്രപാണി അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹം ഒന്നിനു പുറകെ ഒന്നായി 50 മുളക് ബജികൾ അകത്താക്കി. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ലാവണ്യ ഇടയ്ക്കിടെ വെള്ളവുമായി വരുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കുമിളകൾ കൊണ്ടുള്ള വിചിത്രമായ ഒരു നീല സാരിയായിരുന്നു ലാവണ്യയുടെ വേഷം. ചക്രപാണി, കുറച്ചു വെള്ളം കുടിക്കൂ, ഈ ചൂടത്ത് ശരീരം തളർന്നു പോകും എന്ന് ലാവണ്യ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് കേട്ട ഭാവം നടിച്ചില്ല. എനിക്ക് വെള്ളത്തിനു പകരം എരിവാണിഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു. പെട്ടെന്നാണ് അത്ഭുതം സംഭവിച്ചത്. ചക്രപാണിയുടെ തൊണ്ട വരണ്ടുണങ്ങി. സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ശബ്ദം പുറത്തുവന്നത് ഒരു പഴയ കളിപ്പാട്ടത്തിൽ നിന്നുള്ള കിച്ച് കിച്ച് ശബ്ദം പോലെയായിരുന്നു. ഗൗരവത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ വിചിത്ര ശബ്ദം കേട്ട് നാട്ടുകാർ ചിരിക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന ചക്രപാണി തന്റെ ചെണ്ടയിൽ ശക്തിയായൊന്നു കൊട്ടി. പക്ഷേ ധും ധും എന്ന് കേൾക്കേണ്ട ശബ്ദത്തിനു പകരം ഉണങ്ങിയ വിറക് കഷ്ണങ്ങൾ കൂട്ടിമുട്ടുന്നതുപോലെയുള്ള ശബ്ദമാണുണ്ടായത്. ചൂട് കാരണം ചക്രപാണിക്ക് തല കറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം ഒരു സ്വപ്നലോകത്തെത്തി. അവിടെ മണലിനു പകരം ഉപ്പായിരുന്നു. ചക്രപാണി ദാഹിച്ചു വലഞ്ഞ് ഓടാൻ തുടങ്ങി. ദൂരെ ഒരു വലിയ തണ്ണിമത്തൻ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഓടിച്ചെന്ന് അതിനെ കെട്ടിപ്പിടിച്ചു. പക്ഷെ കണ്ണു തുറന്നപ്പോൾ അത് വെറും ഒരു ഉണങ്ങിയ മത്തങ്ങയായിരുന്നു. ലാവണ്യ അദ്ദേഹത്തിന്റെ മുഖത്ത് തണുത്ത വെള്ളം തളിച്ചു. ചക്രപാണി കണ്ണു തുറന്നപ്പോൾ ലാവണ്യ ഒരു മൺപാത്രത്തിൽ തണുത്ത വെള്ളവുമായി നിൽക്കുന്നു. അദ്ദേഹം ആ പാത്രം വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. വെള്ളം ഉള്ളിൽ ചെന്നതും ചക്രപാണിയുടെ ശബ്ദം തിരിച്ചുകിട്ടി. മീശ വീണ്ടും പഴയ പോലെ ഉഷാറായി. ഹാവൂ, ഇനി ഞാൻ ഒരിക്കലും വെള്ളം കുടിക്കാൻ മറക്കില്ല എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ചൂടുകാലത്ത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ വെറും ഒരു ഉണങ്ങിയ മുളക് ബജി പോലെ ആയിപ്പോകുമെന്ന് ചക്രപാണിക്ക് അന്ന് മനസ്സിലായി. അതിനുശേഷം ചക്രപാണി എവിടെ പോകുമ്പോഴും ചെണ്ടയോടൊപ്പം ഒരു വലിയ കുപ്പി വെള്ളവും കൂടെ കരുതുമായിരുന്നു. ഗുണപാഠം: ആരോഗ്യകരമായ ജീവിതത്തിന്, പ്രത്യേകിച്ച് ചൂടുകാലത്ത്, ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥയിൽ കാണാം.